പ്രഥമസ്കന്ധ അഥ പഞ്ചദശോധ്യായ. സൂത ഉവാച ഏവം കൃഷ്ണസഖഃ കൃഷ്ണോ ഭ്രാത്രാ രാജ്ഞാ വികൽപിത നാനാശങ്കാസ്പദം രൂപം കൃഷ്ണവിശ്ലേഷകരിഷിത. ഇതാണ് പ്രഥമസ്കന്ധത്തിലെ 15-ാമത്തെ അധ്യായത്തിലെ 1-ാമത്തെ ശ്ലോകം. ഈ ശ്ലോകത്തിലെ പദങ്ങളെ നോക്കാം. ഏവം കൃഷ്ണസഖഃ കൃഷ്ണ ഭ്രാത്രാ രാജ്ഞാ അവികൽപിത നാനാശങ്കാസ്പദം രൂപം കൃഷ്ണവിശ്ലേഷകരിഷിത. അടുത്ത ശ്ലോകം 2. ശോകേന ശുഷ്യദ്വദന ഹൃത്സരോജോ ഹതപ്രഭ വിഭും തമേവാനുധ്യായന്നാശക്നോത് പ്രതിഭാഷിതും. ഇതാണ് 2-ാമത്തെ ശ്ലോകം. ഈ ശ്ലോകത്തിലെ പദങ്ങളെ നോക്കാം. ശോകേന ശുഷ്യദ്വദന ഹൃത്സരോജ ഹതപ്രഭ വിഭും തം ഏവ അനുധ്യായൻ ന അശക്നോത് പ്രതിഭാഷിതും. അടുത്ത ശ്ലോകം 3. കൃച്ഛ്രേണ സംസ്തഭ്യശുച പാണിനാമൃജ്യ നേത്രയോ പരോക്ഷേണ സമുന്നദ്ധ പ്രണയൗത്കണ്ഠ്യകാതര. ഇതാണ് 3-ാമത്തെ ശ്ലോകം. ഈ ശ്ലോകത്തിലെ പദങ്ങളെ നോക്കാം. കൃച്ഛ്രേണ സംസ്തഭ്യ ശുച പാണിനാ ആമൃജ്യ നേത്രയോഃ പരോക്ഷേണ സമുന്നദ്ധ പ്രണയ ഉത്കണ്ഠ്യകാതര. അടുത്ത ശ്ലോകം 4. സഖ്യം മൈത്രീം സൗഹൃദം ച സാരഥ്യാദിഷു സംസ്മരൻ നൃപമഗ്രജമിത്യാഹ ബാഷ്പഗദ്ഗദയാ ഗിരാ. ഇതാണ് 4-ാമത്തെ ശ്ലോകം. ഈ ശ്ലോകത്തിലെ പദങ്ങളെ നോക്കാം. സഖ്യം മൈത്രീം സൗഹൃദം ച സാരഥ്യാദിഷു സംസ്മരൻ നൃപം അഗ്രജം ഇതി ആഹ ബാഷ്പഗദ്ഗദയാ ഗിരാ. അടുത്ത ശ്ലോകം 5. അർജുന ഉവാച വഞ്ചിതോഹം മഹാരാജ ഹരിണാ ബന്ധുരൂപിണ യേന മേപഹൃതം തേജോ ദേവവിസ്മാപനം മഹത്. ഇതാണ് 5-ാമത്തെ ശ്ലോകം. ഈ ശ്ലോകത്തിലെ പദങ്ങളെ നോക്കാം. വഞ്ചിത അഹം മഹാരാജ ഹരിണാ ബന്ധുരൂപിണ യേന മേ അപഹൃതം തേജ ദേവവിസ്മാപനം മഹത്. അടുത്ത ശ്ലോകം 6. യസ്യ ക്ഷണവിയോഗേന ലോകോ ഹ്യപ്രിയദർശന ഉക്തേന രഹിതോ ഹ്യേഷ മൃതകഃ പ്രോച്യതേ യഥാ. ഇതാണ് 6-ാമത്തെ ശ്ലോകം. ഈ ശ്ലോകത്തിലെ പദങ്ങളെ നോക്കാം. യസ്യ ക്ഷണവിയോഗേന ലോകഃ ഹി അപ്രിയദർശന ഉക്തേന രഹിതഃ ഹി ഏഷഃ മൃതകഃ പ്രോച്യതേ യഥാ. അടുത്ത ശ്ലോകം 7. യത് സംശ്രയാദ്രുപദഗേഹമുപാഗതാനാം
രാജ്ഞാം സ്വയംവരമുഖേ സ്മരദുർമദാനാം തേജോഹൃതം ഖലു മയാഭിഹതശ്ച മത്സ്യ സജ്ജീകൃതേന ധനുഷാധിഗതാ ച കൃഷ്ണ. ഇതാണ് 7ാമത്തെ ശ്ലോകം. ഈ ശ്ലോകത്തിലെ പദങ്ങളെ നോക്കാം. യത് സംശ്രയാത് ദ്രുപദഗേഹം ഉപാഗതാനാം രാജ്ഞാം സ്വയംവരമുഖേ സ്മരദുർമദാനാം തേജ ഹൃതം ഖലു മയാ അഭിഹതഃ ച മത്സ്യഃ സജ്ജീകൃതേന ധനുഷാ അധിഗതാ ച കൃഷ്ണ. അടുത്ത ശ്ലോകം 8. യത് സന്നിധാവഹമുഖാണ്ഡവമഗ്നയേദാമിന്ദ്രഞ്ച സാമരഗണം തരസാ വിജിത്യ ലബ്ധാ സഭാ മയകൃതാദ്ഭുതശില്പമായ ദിഗ്ഭ്യോഹരൻ നൃപതയോ ബലിമധ്വരേതേ. ഇതാണ് 8ാമത്തെ ശ്ലോകം. ഈ ശ്ലോകത്തിലെ പദങ്ങളെ നോക്കാം. യത് സന്നിധൗ അഹം ഉ ഖാണ്ഡവം അഗ്നയേ അദാം ഇന്ദ്രം ച സാമരഗണം തരസാ വിജിത്യ ലബ്ധാ സഭാ മയകൃതാ അദ്ഭുതശില്പമായ ദിഗ്ഭ്യ അഹരൻ നൃപതയ ബലിം അധ്വരേ തേ. അടുത്ത ശ്ലോകം 9. യത്തേജസാ നൃപശിരോഘ്രിമഹന്മഖാർത്ഥേ ആര്യോനുജസ്തവ ഗജായുധ സത്വവീര്യ തേനാഹൃതാ പ്രമഥനാഥമഖായ ഭൂപാ യന്മോചിതാസ്തദനയൻ ബലിമധ്വരേതേ. ഇതാണ് 9ാമത്തെ ശ്ലോകം. ഈ ശ്ലോകത്തിലെ പദങ്ങളെ നോക്കാം. യത്തേജസാ നൃപശിര അംഘ്രിം അഹൻ മഖാർത്ഥേ ആര്യ അനുജ തവ ഗജായുത സത്വവീര്യ തേന ആഹൃതാഃ പ്രമഥനാഥമഖായ ഭൂപാഃ യന്മോചിതാഃ തത് അനയൻ ബലിം അധ്വരേ തേ. അടുത്ത ശ്ലോകം 10. പത്ന്യാസ്തവാധിമഘക്ലിപ്തമഹാഭിഷേകശ്ലാഘിഷ്ടചാരുകബരം കിതവൈ സഭായാം സ്പൃഷ്ടം വികീര്യ പദയോ പതിതാശ്രുമുഖ്യാ യസ്തത്സ്ത്രിയോ കൃതഹതേശ വിമുക്തകേശ. ഇതാണ് 10ാമത്തെ ശ്ലോകം. ഈ ശ്ലോകത്തിലെ പദങ്ങളെ നോക്കാം. പത്ന്യാഃ തവ അധിമഘക്ലിപ്തമഹാഭിഷേകശ്ലാഘിഷ്ടചാരുകബരം കിതവൈഃ സഭായാം സ്പൃഷ്ടം വികീര്യ പദയോഃ പതിതാശ്രുമുഖ്യാഃ യൈഃ തത്സ്ത്രിയഃ അകൃത ഹതേശ വിമുക്തകേശാഃ. അടുത്ത ശ്ലോകം 11. യോ നോ ജുഗോപവനമേത്യ ദുരന്തകൃച്ഛ്രാത് ദുർവാസസോരിവിഹിതാദയുതാഗ്രഭുഗ്യ
ശാകാന്നശിഷ്ടമുപയുജ്യ യതസ്ത്രിലോകീം തൃപ്താമംസ്ത സലിലേ വിനിമഗ്ന സംഘ. ഇതാണ് 11ാമത്തെ ശ്ലോകം. ഈ ശ്ലോകത്തിലെ പദങ്ങളെ നോക്കാം. യഹ നഹ ജുഗോപ വനം ഏത്യ ദുരന്തകൃച്ഛ്രാത് ദുർവാസസ അരിവിഹിതാത് അയുതാഗ്രഭുക് യഹ ശാകാന്നശിഷ്ടം ഉപയുജ്യ യതഃ ത്രിലോകീം തൃപ്താം അമംസ്ത സലിലേ വിനിമഗ്ന സംഘഃ. അടുത്ത ശ്ലോകം 12. യത്തേജസാഥ ഭഗവാൻ യുധിശൂലപാണിർവിസ്മാപിത സഗിരിജോസ്ത്രമദാന്നിജം മേ അന്യേപി ചാഹമമുനൈവ കളേവരേണ പ്രാപ്തോ മഹേന്ദ്രഭവനേ മഹദാസനാർദ്ധം. ഇതാണ് 12ാമത്തെ ശ്ലോകം. ഈ ശ്ലോകത്തിലെ പദങ്ങളെ നോക്കാം. യത്തേജസാ അഥ ഭഗവാൻ യുധി ശൂലപാണി വിസ്മാപിത സഗിരിജ അസ്ത്രം അദാത് നിജം മേ അന്യേ അപി ച അഹം അമുനാ ഏവ കളേവരേണ പ്രാപ്തഃ മഹേന്ദ്രഭവനേ മഹദാസനാർദ്ധം. അടുത്ത ശ്ലോകം 13. തത്രൈവ മേ വിഹരതോ ഭുജദണ്ഡയുഗ്മം ഗാണ്ഡീവലക്ഷണമരാതിവധായ ദേവാ സേന്ദ്രാ ശ്രിതാ യദനുഭാവിതമാജമീഢ തേനാഹമദ്യമുഷിത പുരുഷേണ ഭൂമ്നാ. ഇതാണ് 13ാമത്തെ ശ്ലോകം. ഈ ശ്ലോകത്തിലെ പദങ്ങളെ നോക്കാം. തത്ര ഏവ മേ വിഹരത ഭുജദണ്ഡയുഗ്മം ഗാണ്ഡീവലക്ഷണം അരാതിവധായ ദേവാഃ സേന്ദ്രാഃ ശ്രിതാഃ യദനുഭാവിതം ആജമീഢ തേന അഹം അദ്യ മുഷിതഃ പുരുഷേണ ഭൂമ്നാ. അടുത്ത ശ്ലോകം 14. യദ്ബാന്ധവ കുരുബലാബ്ധിമനന്തപാരമേകോ രഥേന തതരേഹമദാര്യസത്വം പ്രത്യാഹൃതം ബഹുധനം ച മയാ പരേഷാം തേജാസ്പദം മണിമയം ച ഹൃതം ശിരോഭ്യ. ഇതാണ് 14ാമത്തെ ശ്ലോകം. ഈ ശ്ലോകത്തിലെ പദങ്ങളെ നോക്കാം. യദ്ബാന്ധവ കുരുബലാബ്ധിം അനന്തപാരം ഏക രഥേന തതരേ അഹം അതാര്യസത്വം പ്രത്യാഹൃതം ബഹുധനം ച മയാ പരേഷാം തേജഃ പദം മണിമയം ച ഹൃതം ശിരോഭ്യഃ. അടുത്ത ശ്ലോകം 15. യോ ഭീഷ്മകർണഗുരുശല്യചമൂഷ്വദഭ്രരാജന്യവര്യരഥമണ്ഡലമണ്ഡിതാസു അഗ്രേചരോ മമ വിഭോ രഥയൂഥപാനാമായുർമനാംസി ച
ദൃശാ സഹ ഓജ ആർച്ഛത്. ഇതാണ് 15-ാമത്തെ ശ്ലോകം. ഈ ശ്ലോകത്തിലെ പദങ്ങളെ നോക്കാം. യഹ ഭീഷ്മ കർണ ഗുരു ശല്യ ചമൂഷു അദഭ്രരാജന്യവര്യ രഥമണ്ഡലമണ്ഡിതാസു അഗ്രേചര മമ വിഭോ രഥയൂഥപാനാം ആയുർമനാംസി ച ദൃശാ സഹ ഓജഃ ആർച്ഛത്. അടുത്ത ശ്ലോകം 16. യദ്ദോഷുമാ പ്രണിഹിതം ഗുരുഭീഷ്മ കർണനപ്തൃത്രിഗർത്തശലസൈന്ധവബാൽഹികാദ്യൈഃ അസ്ത്രാണ്യമോഘമഹിമാനി നിരൂപിതാനി തേ പസ്പൃശുർനൃഹരിദാസമിവാസുരാണി. ഇതാണ് 16-ാമത്തെ ശ്ലോകം. ഈ ശ്ലോകത്തിലെ പദങ്ങളെ നോക്കാം. യദ്ദോഷു മാ പ്രണിഹിതം ഗുരുഭീഷ്മ കർണനപ്തൃത്രിഗർത്തശലസൈന്ധവബാൽഹികാദ്യൈഃ അസ്ത്രാണി അമോഘമഹിമാനി നിരൂപിതാനി ന ഉപസ്പൃശു നൃഹരിദാസം ഇവ ആസുരാണി. അടുത്ത ശ്ലോകം 17. സൗത്യേവൃത കുമതിനാത്മദ ഈശ്വരോ മേ യത്പാദപദ്മമഭവായ ഭജന്തി ഭവ്യാ മാം ശ്രാന്തവാഹമരയോ രഥിനോ ഭുവിഷ്ടം ന പ്രാഹരൻ യദനുഭാവനിരസ്തചിത്താ. ഇതാണ് 17-ാമത്തെ ശ്ലോകം. ഈ ശ്ലോകത്തിലെ പദങ്ങളെ നോക്കാം. സൗത്യേ വൃത കുമതിനാ ആത്മദ ഈശ്വര മേ യത്പാദപദ്മം അഭവായ ഭജന്തി ഭവ്യാഃ മാം ശ്രാന്തവാഹം അരയഃ രഥിനഃ ഭുവിഷ്ഠം ന പ്രാഹരത് യദനുഭാവനിരസ്തചിത്താഃ. അടുത്ത ശ്ലോകം 18. നർമാണ്യുദാരരുചിരസ്മിതശോഭിതാനി ഹേ പാർത്ഥ ഹേ അർജുന സഖേ കുരുനന്ദനേതി സഞ്ജൽപിതാനി നരദേവ ഹൃദി സ്പൃശാനി സ്മർത്തുർലുഠന്തി ഹൃദയം മമ മാധവസ്യ. ഇതാണ് 18-ാമത്തെ ശ്ലോകം. ഈ ശ്ലോകത്തിലെ പദങ്ങളെ നോക്കാം. നർമാണി ഉദാരരുചിരസ്മിതശോഭിതാനി ഹേ പാർത്ഥ ഹേ അർജുന സഖേ കുരുനന്ദന ഇതി സഞ്ജൽപിതാനി നരദേവ ഹൃദി സ്പൃശാനി സ്മർത്തുഃ ലുഠന്തി ഹൃദയം മമ മാധവസ്യ. അടുത്ത ശ്ലോകം 19. ശയ്യാസനാടന വികഥന ഭോജനാദിഷ്വൈക്യാദ്വയസ്യ ഋതവാനിധി വിപ്രലബ്ധ സഖ്യു സഖേവ പിതൃവത്തനയസ്യ സർവം സേഹേ മഹാന്മഹിതയാ കുമതേരഘം മേ. ഇതാണ് 19-ാമത്തെ ശ്ലോകം. ഈ ശ്ലോകത്തിലെ പദങ്ങളെ നോക്കാം. ശയ്യാസനാടന വികഥന ഭോജനാദിഷു ഐക്യാത് വയസ്യ ഋതവാൻ ഇതി
വിപ്രലബ്ധഃ സഖ്യുഃ സഖാ ഇവ പിതൃവത് തനയസ്യ സർവം സേഹേ മഹാൻ മഹിതയാ കുമതേഹേ അഘം മേ. അടുത്ത ശ്ലോകം 20. സോഹം നൃപേന്ദ്രരഹിതഃ പുരുഷോത്തമേന സഖ്യാ പ്രിയേണ സുഹൃദാ ഹൃദയേന ശൂന്യ അധ്വന്യുരുക്രമ പരിഗ്രഹമംഗ രക്ഷൻ ഗോപൈരസദ്ഭിരബലേവ വിനിർജിതോസ്മി. ഇതാണ് 20-ാമത്തെ ശ്ലോകം. ഈ ശ്ലോകത്തിലെ പദങ്ങളെ നോക്കാം. സഹ അഹം നൃപേന്ദ്ര രഹിത പുരുഷോത്തമേന സഖ്യാ പ്രിയേണ സുഹൃദാ ഹൃദയേന ശൂന്യഃ അധ്വനി ഉരുക്രമ പരിഗ്രഹം അംഗ രക്ഷൻ ഗോപൈഃ അസദ്ഭിഃ അബലാ ഇവ വിനിർജിതഃ അസ്മി. അടുത്ത ശ്ലോകം 21. തദ്വൈ ധനുസ്ത ഇഷവസ്സരഥോ ഹയാസ്തേ സോഹം രഥീ നൃപതയോ യത ആനമന്തി സർവം ക്ഷണേന തദഭൂത സദീശരിക്തം ഭസ്മൻഹുതം കുഹകരാധമിവോപ്തമൂഷ്യാം. ഇതാണ് 21-ാമത്തെ ശ്ലോകം. ഈ ശ്ലോകത്തിലെ പദങ്ങളെ നോക്കാം. തദ് വൈ ധനുഃ തേ ഇഷവഃ സഹ രഥഃ ഹയാഃ തേ സഹ അഹം രഥീ നൃപതയഃ യതഃ ആനമന്തി സർവം ക്ഷണേന തദ് അഭൂത് അസത് ഈശരിക്തം ഭസ്മൻ ഹുതം കുഹകരാധം ഇവ ഉപ്പുതം ഊഷ്യാം. അടുത്ത ശ്ലോകം 22. രാജ്യം സ്ത്വയാഭിപൃഷ്ടാനാം സുഹൃദാന്ന സുഹൃത്പുരേ വിപ്രശാപ വിമൂഢാനാം നിഘ്നതാം മുഷ്ടിഭിർമിഥ. ഇതാണ് 22-ാമത്തെ ശ്ലോകം. ഈ ശ്ലോകത്തിലെ പദങ്ങളെ നോക്കാം. രാജൻ ത്വയാ അഭിപൃഷ്ടാനാം സുഹൃദാം നഃ സുഹൃത്പുരേ വിപ്രശാപ വിമൂഢാനാം നിഘ്നതാം മുഷ്ടിഭിഃ മിഥ. അടുത്ത ശ്ലോകം 23. വാരുണീം മദിരാം പീത്വാ മദോന്മഥിതചേതസാം അജാനതാമിവാന്യോന്യം ചതുഃ പഞ്ചാവശേഷിതാ. ഇതാണ് 23-ാമത്തെ ശ്ലോകം. ഈ ശ്ലോകത്തിലെ പദങ്ങളെ നോക്കാം. വാരുണീം മദിരാം പീത്വാ മദോന്മഥിതചേതസാം അജാനതാം ഇവ അന്യോന്യം ചതുഃ പഞ്ച അവശേഷിതാഃ. അടുത്ത ശ്ലോകം 24. പ്രായേണൈതത് ഭഗവത ഈശ്വരസ്യ വിചേഷ്ടിതം മിഥോ നിഘ്നന്തി ഭൂതാനി ഭാവയന്തി ജയന്മിഥ. ഇതാണ് 24-ാമത്തെ ശ്ലോകം. ഈ ശ്ലോകത്തിലെ പദങ്ങളെ നോക്കാം. പ്രായേണ ഏതത് ഭഗവതഃ ഈശ്വരസ്യ വിചേഷ്ടിതം മിഥഃ നിഘ്നന്തി
ഭൂതാനി ഭാവയന്തി ച യത് മിഥഃ. അടുത്ത ശ്ലോകം 25. ജലൗകസാം ജലേ യദ്വൻ മഹാന്തോദന്ത്യണീയസ ദുർബലാൻ ബലിനോ രാജൻ മഹാന്തോ ബലിനോ മിഥ. ഇതാണ് 25-ാമത്തെ ശ്ലോകം. ഈ ശ്ലോകത്തിലെ പദങ്ങളെ നോക്കാം. ജലൗകസാം ജലേ യദ്വത് മഹാന്തഃ അദന്തി അണീയസ ദുർബലാൻ ബലിനഃ രാജൻ മഹാന്തഃ ബലിനഃ മിഥഃ. അടുത്ത ശ്ലോകം 26. ഏവം ബലിഷ്ഠൈര്യദുഭിർമഹദ്ഭിരിതരാൻ വിഭു യദൂൻ യദുഭിരന്യോന്യം ഭൂഭാരാൻ സഞ്ജഹാരഃ. ഇതാണ് 26-ാമത്തെ ശ്ലോകം. ഈ ശ്ലോകത്തിലെ പദങ്ങളെ നോക്കാം. ഏവം ബലിഷ്ഠൈഹി യദുഭിഃ മഹദ്ഭിഃ ഇതരാൻ വിഭു യദൂൻ യദുഭിഃ അന്യോന്യം ഭൂഭാരാൻ സഞ്ജഹാര ഹ. അടുത്ത ശ്ലോകം 27. ദേശകാലാർത്ഥയുക്താനി ഹൃത്താപോപശമാനി ച ഹരന്തി സ്മരതശ്ചിത്തം ഗോവിന്ദാഭിഹിതാനി മേ. ഇതാണ് 27-ാമത്തെ ശ്ലോകം. ഈ ശ്ലോകത്തിലെ പദങ്ങളെ നോക്കാം. ദേശകാലാർത്ഥയുക്താനി ഹൃത്താപോപശമാനി ച ഹരന്തി സ്മരതഃ ചിത്തം ഗോവിന്ദാഭിഹിതാനി മേ. അടുത്ത ശ്ലോകം 28. സൂത ഉവാച ഏവം ചിന്തയതോ ജിഷ്ണോ കൃഷ്ണപാദസരോരുഹം സൗഹാർദ്ദേനാതിഗാഢേന ശാന്താസീദ്വിമലാ മതി. ഇതാണ് 28-ാമത്തെ ശ്ലോകം. ഈ ശ്ലോകത്തിലെ പദങ്ങളെ നോക്കാം. ഏവം ചിന്തയതഃ ജിഷ്ണോഃ കൃഷ്ണപാദസരോരുഹം സൗഹാർദ്ദേന അതിഗാഢേന ശാന്താ ആസീത് വിമലാ മതി. അടുത്ത ശ്ലോകം 29. വാസുദേവാംഘ്ര്യനുധ്യാന പരിബൃംഹിതരം ഹസാ ഭക്ത്യാ നിർമഥിതാശേഷ കഷായധിഷണോർജുന. ഇതാണ് 29-ാമത്തെ ശ്ലോകം. ഈ ശ്ലോകത്തിലെ പദങ്ങളെ നോക്കാം. വാസുദേവാംഘ്ര്യനുധ്യാന പരിബൃംഹിതരം ഹസാ ഭക്ത്യാ നിർമഥിതാശേഷ കഷായധിഷണ അർജുന. അടുത്ത ശ്ലോകം 30. ഗീതം ഭഗവതാ ജ്ഞാനം യത്തത് സംഗ്രാമമൂർധനി കാലകർമ്മതമോരുദ്ധം പുനരധ്യഗമദ്വിഭു. ഇതാണ് 30-ാമത്തെ ശ്ലോകം. ഈ ശ്ലോകത്തിലെ പദങ്ങളെ നോക്കാം. ഗീതം ഭഗവതാ ജ്ഞാനം യത് തത് സംഗ്രാമമൂർധനി കാലകർമ്മതമോരുദ്ധം പുനഃ അധ്യഗമത് വിഭു. അടുത്ത ശ്ലോകം 31. വിശോകോ ബ്രഹ്മസമ്പത്യാ
സംഛിന്നദ്വൈത സംശയ ലീന പ്രകൃതി നൈർഗുണ്യാദലിംഗത്വാദസംഭവ. ഇതാണ് 31-ാമത്തെ ശ്ലോകം. ഈ ശ്ലോകത്തിലെ പദങ്ങളെ നോക്കാം. വിശോക ബ്രഹ്മസമ്പത്യാ സംഛിന്നദ്വൈത സംശയ ലീന പ്രകൃതി നൈർഗുണ്യാത് അലിംഗത്വാത് അസംഭവ. അടുത്ത ശ്ലോകം 32. നിശമ്യ ഭഗവന്മാർഗം സംസ്ഥാം യദുകുലസ്യ ച സ്വഃ പഥായ മതിഞ്ചക്രേ നിഭൃതാത്മാ യുധിഷ്ഠിര. ഇതാണ് 32-ാമത്തെ ശ്ലോകം. ഈ ശ്ലോകത്തിലെ പദങ്ങളെ നോക്കാം. നിശമ്യ ഭഗവന്മാർഗം സംസ്ഥാം യദുകുലസ്യ ച സ്വഃ പഥായ മതിഞ്ചക്രേ നിഭൃതാത്മാ യുധിഷ്ഠിര. അടുത്ത ശ്ലോകം 33. പൃഥാപ്യനുസൃത്യ ധനഞ്ജയോദിതം നാശയദൂനാം ഭഗവദ്ഗതിം ച താം ഏകാന്തഭക്ത്യാ ഭഗവത്യധോക്ഷജേ നിവേശിതാത്മോപരരാമ സംസൃതേ. ഇതാണ് 33-ാമത്തെ ശ്ലോകം. ഈ ശ്ലോകത്തിലെ പദങ്ങളെ നോക്കാം. പൃഥാ അപി അനുശ്രുത്യ ധനഞ്ജയോദിതം നാശം യദൂനാം ഭഗവദ്ഗതിം ച താം ഏകാന്തഭക്ത്യാ ഭഗവതി അധോക്ഷജേ നിവേശിതാത്മാ ഉപരരാമ സംസൃതേ. അടുത്ത ശ്ലോകം 34. യയാഹരത് ഭുവോ ഭാരം താം തനും വിജഹാവജ കണ്ടകം കണ്ടകേനേവ ദ്വയം ചാപീശിതു സമം. ഇതാണ് 34-ാമത്തെ ശ്ലോകം. ഈ ശ്ലോകത്തിലെ പദങ്ങളെ നോക്കാം. യയാ അഹരത് ഭുവഃ ഭാരം താം തനും വിജഹൗ അജ കണ്ടകം കണ്ടകേന ഇവ ദ്വയം ച അപി ഈശിതുഹു സമം. അടുത്ത ശ്ലോകം 35. യഥാ മത്സ്യാദിരൂപാണി ധത്തേ ജഹ്യാദ്യഥാ നട ഭൂഭാര ക്ഷപിതോ യേന ജഹൗ തച്ച കളേവരം. ഇതാണ് 35-ാമത്തെ ശ്ലോകം. ഈ ശ്ലോകത്തിലെ പദങ്ങളെ നോക്കാം. യഥാ മത്സ്യാദിരൂപാണി ധത്തേ ജഹ്യാദ് യഥാ നട ഭൂഭാര ക്ഷപിത യേന ജഹൗ തത് ച കളേവരം. അടുത്ത ശ്ലോകം 36. യദാ മുകുന്ദോ ഭഗവാനിമാം മഹീം ജഹൗ സ്വതന്വാ ശ്രവണീയ സത്കഥ തദാഹരേവാ പ്രതിബുദ്ധചേതസാമധർമ്മഹേതു കലിരന്വവർത്തത. ഇതാണ് 36-ാമത്തെ ശ്ലോകം. ഈ ശ്ലോകത്തിലെ പദങ്ങളെ നോക്കാം. യദാ മുകുന്ദ ഭഗവാൻ ഇമാം മഹീം ജഹൗ
സ്വതന്വാ ശ്രവണീയ സത്കഥ തദാ അഹ ഏവ അപ്രതിബുദ്ധചേതസാം അധർമ്മഹേതു കലി അന്വവർത്തത. അടുത്ത ശ്ലോകം 37. യുധിഷ്ഠിരസ്തത്പരിസർപ്പണം ബുധ പുരേ ച രാഷ്ട്രേ ച ഗൃഹേ തഥാത്മനി വിഭാവ്യലോഭാനൃതജിഹ്മഹിംസനാദ്യധർമ്മചക്രം ഗമനായ പര്യധാത്. ഇതാണ് 37-ാമത്തെ ശ്ലോകം. ഈ ശ്ലോകത്തിലെ പദങ്ങളെ നോക്കാം. യുധിഷ്ഠിര തത്പരിസർപ്പണം ബുധ പുരേ ച രാഷ്ട്രേ ച ഗൃഹേ തഥാ ആത്മനി വിഭാവ്യ ലോഭാനൃതജിഹ്മഹിംസനാദ്യധർമ്മചക്രം ഗമനായ പര്യധാത്. അടുത്ത ശ്ലോകം 38. സ്വരാട് പൗത്രം വിനയിനമാത്മനഃ സുസമം ഗുണൈഃ തോയനീവ്യാ പതിം ഭൂമേരഭ്യഷിഞ്ചദ്ഗജാഹ്വയേ. ഇതാണ് 38-ാമത്തെ ശ്ലോകം. ഈ ശ്ലോകത്തിലെ പദങ്ങളെ നോക്കാം. സ്വരാട് പൗത്രം വിനയിനം ആത്മനഃ സുസമം ഗുണൈഃ തോയനീവ്യാ പതിം ഭൂമേഃ അഭ്യഷിഞ്ചത് ഗജാഹ്വയേ. അടുത്ത ശ്ലോകം 39. മധുരായാം തഥാ വജ്രം ശൂരസേനപതിം തത പ്രാജാപത്യാം നിരൂപ്യേഷ്ടിമഗ്നീനപിബദീശ്വര. ഇതാണ് 39-ാമത്തെ ശ്ലോകം. ഈ ശ്ലോകത്തിലെ പദങ്ങളെ നോക്കാം. മധുരായാം തഥാ വജ്രം ശൂരസേനപതിം തത പ്രാജാപത്യാം നിരൂപ്യ ഇഷ്ടിം അഗ്നീൻ അപിബത് ഈശ്വരഃ. അടുത്ത ശ്ലോകം 40. വിസൃജ്യ തത്ര തത്സർവം ദുകൂലവലയാദികം നിർമ്മമോ നിരഹങ്കാര സംഛിന്നാശേഷബന്ധന. ഇതാണ് 40-ാമത്തെ ശ്ലോകം. ഈ ശ്ലോകത്തിലെ പദങ്ങളെ നോക്കാം. വിസൃജ്യ തത്ര തത്സർവം ദുകൂലവലയാദികം നിർമ്മമ നിരഹങ്കാര സംഛിന്നാശേഷബന്ധന. അടുത്ത ശ്ലോകം 41. വാചഞ്ജുഹാവ മനസി തത്പ്രാണ ഇതരേ ചതം മൃത്യാവപാനം സോത്സർഗം തം പഞ്ചത്വേ ഹ്യജോഹവീത്. ഇതാണ് 41-ാമത്തെ ശ്ലോകം. ഈ ശ്ലോകത്തിലെ പദങ്ങളെ നോക്കാം. വാചം ജുഹാവ മനസി തത് പ്രാണേ ഇതരേ ച തം മൃത്യൗ അപാനം സോത്സർഗം തം പഞ്ചത്വേ ഹി അജോഹവീത്. അടുത്ത ശ്ലോകം 42. ത്രിത്വേ ഹുത്വാഥ പഞ്ചത്വം തച്ചൈകത്വേ ജുഹോന്മുനി സർവമാത്മന്യജുഹവീത് ബ്രഹ്മണ്യാത്മാനമവ്യയേ.
ഇതാണ് 42-ാമത്തെ ശ്ലോകം. ഈ ശ്ലോകത്തിലെ പദങ്ങളെ നോക്കാം. ത്രിത്വേ ഹുത്വാ അഥ പഞ്ചത്വം തത് ച ഏകത്വേ അജുഹോത് മുനിഃ. സർവം ആത്മനി അജുഹവീത് ബ്രഹ്മണി ആത്മാനം അഭ്യയേ. അടുത്ത ശ്ലോകം 43. ചീരവാസ നിരാഹാരോ ബദ്ധവാങ്മുക്തമൂർധജ ദർശയന്നാത്മനോരൂപം ജഡോന്മത്തപിശാചവത്. ഇതാണ് 43-ാമത്തെ ശ്ലോകം. ഈ ശ്ലോകത്തിലെ പദങ്ങളെ നോക്കാം. ചീരവാസ നിരാഹാര ബദ്ധവാക് മുക്തമൂർധജ ദർശയൻ ആത്മനഃ രൂപം ജഡോന്മത്തപിശാചവത്. അടുത്ത ശ്ലോകം 44. അനപേക്ഷമാണോ നിരഗാദാശൃണ്വൻ ബധിരോ യഥാ ഉദീചീം പ്രവിവേശാശാം ഗതപൂർവാം മഹാത്മഭിഃ ഹൃദി ബ്രഹ്മപരം ധ്യായന്നാവർത്തേത യതോ ഗതഃ. ഇതാണ് 44-ാമത്തെ ശ്ലോകം. ഈ ശ്ലോകത്തിലെ പദങ്ങളെ നോക്കാം. അനവേക്ഷമാണ നിരഗാത് അശൃണ്വൻ ബധിരഃ യഥാ ഉദീചീം പ്രവിവേശ ആശാം ഗതപൂർവാം മഹാത്മഭിഃ ഹൃദി ബ്രഹ്മ പരം ധ്യായൻ ന ആവർത്തേത യതഃ ഗതഃ. അടുത്ത ശ്ലോകം 45. സർവേ തമനു നിർജഗ്മുർ ഭ്രാതരഃ കൃതനിശ്ചയാ കലിനാധർമ്മമിത്രേണ ദൃഷ്ട്വാ സ്പൃഷ്ടാ പ്രജാ ഭുവി. ഇതാണ് 45-ാമത്തെ ശ്ലോകം. ഈ ശ്ലോകത്തിലെ പദങ്ങളെ നോക്കാം. സർവേ തം അനുനിർജഗ്മുഃ ഭ്രാതരഃ കൃതനിശ്ചയാഃ കലിനാ അധർമ്മമിത്രേണ ദൃഷ്ട്വാ സ്പൃഷ്ടാഃ പ്രജാഃ ഭുവി. അടുത്ത ശ്ലോകം 46. തേ സാധുകൃത സർവാർത്ഥ ജ്ഞാത്വാത്യന്തികമാത്മനഃ മനസാ ധാരയാമാസുർവൈകുണ്ഠചരണാംബുജം. ഇതാണ് 46-ാമത്തെ ശ്ലോകം. ഈ ശ്ലോകത്തിലെ പദങ്ങളെ നോക്കാം. തേ സാധുകൃത സർവാർത്ഥാഃ ജ്ഞാത്വാ ആത്യന്തികം ആത്മനഃ മനസാ ധാരയാമാസു വൈകുണ്ഠചരണാംബുജം. അടുത്ത ശ്ലോകം 47. തദ്ധ്യാനോദ്രിക്തയാ ഭക്തിയാ വിശുദ്ധധിഷണാ പരേ തസ്മിന്നാരായണപദേ ഏകാന്തമതയോ ഗതിം. ഇതാണ് 47-ാമത്തെ ശ്ലോകം. ഈ ശ്ലോകത്തിലെ പദങ്ങളെ നോക്കാം. തദ്ധ്യാനോദ്രിക്തയാ ഭക്തിയാ വിശുദ്ധധിഷണാഃ പരേ തസ്മിൻ നാരായണപദേ
ഏകാന്തമതയ ഗതിം. അടുത്ത ശ്ലോകം 48. അവാപുർദുരവാപാന്തേ അസദ്ഭിർവിഷയാത്മഭിഃ വിധൂതകൽമഷാസ്ഥാനേ വിരജേനാത്മനൈവ ഹി. ഇതാണ് 48-ാമത്തെ ശ്ലോകം. ഈ ശ്ലോകത്തിലെ പദങ്ങളെ നോക്കാം. അവാപു ദുരവാപാം തേ അസദ്ഭിഃ വിഷയാത്മഭിഃ വിധൂതകൽമഷാസ്ഥാനേ വിരജേന ആത്മനാ ഏവ ഹി. അടുത്ത ശ്ലോകം 49. വിദുരോപി പരിത്യജ്യ പ്രഭാസേ ദേഹമാത്മവാൻ കൃഷ്ണാവേശേന തച്ചിത്തഃ പിതൃഭിഃ സ്വക്ഷയം യയൗ. ഇതാണ് 49-ാമത്തെ ശ്ലോകം. ഈ ശ്ലോകത്തിലെ പദങ്ങളെ നോക്കാം. വിദുരഃ അപി പരിത്യജ്യ പ്രഭാസേ ദേഹം ആത്മവാൻ കൃഷ്ണാവേശേന തച്ചിത്തഃ പിതൃഭിഃ സ്വക്ഷയം യയൗ. അടുത്ത ശ്ലോകം 50. ദ്രൗപദീ ച തദാജ്ഞായ പതീനാമനപേക്ഷതാം വാസുദേവേ ഭഗവതി ഹ്യേകാന്തമതിരാപദം. ഇതാണ് 50-ാമത്തെ ശ്ലോകം. ഈ ശ്ലോകത്തിലെ പദങ്ങളെ നോക്കാം. ദ്രൗപദീ ച തദാ ആജ്ഞായ പതീനാം അനപേക്ഷതാം വാസുദേവേ ഭഗവതി ഹി ഏകാന്തമതി ആപതം. അടുത്ത ശ്ലോകം 51. ഈ അധ്യായത്തിലെ അവസാനത്തെ ശ്ലോകം. യഃ ശ്രദ്ധയൈതത് ഭഗവത് പ്രിയാണാം പാണ്ഡോ സുതാനാമിതി സംപ്രയാണം ശൃണോത്യലം സ്വസ്ത്യയനം പവിത്രം ലബ്ധ്വാ ഹരൗ ഭക്തിമുപൈതി സിദ്ധിം. ഇതാണ് 51-ാമത്തെ ശ്ലോകം. ഈ ശ്ലോകത്തിലെ പദങ്ങളെ നോക്കാം. യഹ ശ്രദ്ധയാ ഏതത് ഭഗവത് പ്രിയാണാം പാണ്ഡോഃ സുതാനാം ഇതി സംപ്രയാണം ശൃണോതി അലം സ്വസ്ത്യയനം പവിത്രം ലബ്ധ്വാ ഹരൗ ഭക്തിം ഉപൈതി സിദ്ധിം. ഇതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം പ്രഥമസ്കന്ധേ പാണ്ഡവസ്വർഗാരോഹണം നാമ 15-ഓധ്യായഃ.